ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്, വേറെ ഒന്നുമല്ല. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ആ റൂൾസ് നമ്മൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഒരു ഗെയിമാണെങ്കിൽ തന്നെ, ക്രിക്കറ്റ്, ഫുട്ബോൾ ആയിക്കോട്ടെ, ആ നിയമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെയാണ് ഒരു കിക്ക് എടുക്കേണ്ടത്, എങ്ങനെയാണ് ബോൾ പാസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഗോളാവുന്നത്, അപ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയും. മറ്റു കളിക്കാരെ പിടിച്ച് ഇടിക്കാൻ പാടില്ല, ഉന്തി വീഴ്ത്താൻ പാടില്ല, അപ്പം അങ്ങനെയൊക്കെ പറയും. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള പണിഷ്മെൻ്റ് എന്താണ്? ചിലപ്പോൾ യെല്ലോ കാർഡായിരിക്കും കിട്ടണത് മൈനർ ആയിട്ടുള്ള ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ റെഡ് കാർഡായിരിക്കും അടിച്ചു കൊടുക്കുന്നത് മേജർ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ഗെയിമിൽ അത് നല്ല രീതിയിൽ പോകാനായിട്ട് ചില സെറ്റ് ഓഫ് റൂൾസ് ഉള്ളതുപോലെ ഒരു രാജ്യം നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ വേണ്ട ചില സെറ്റ് ഓഫ് റൂൾസ് ആണ് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അപ്പോൾ ദീസ് റൂൾസ്, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം നിയമമായിട്ടാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ സൊസൈറ്റി നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ലോസ്. ആ നിയമങ്ങൾ എന്താണ് പറയണത്? നമ്മളുടെ ആക്ഷൻ്റെ കോൺസിക്വൻസസ് ആണ് പറയുക. നമ്മൾ നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ഇഷ്യൂ. നല്ല രീതിയിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, കോൺസിക്വൻസസ് ആണ് അതിനകത്ത് കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടാവുന്നത്. ഈ നിയമങ്ങളാണ് ഒരു നല്ല സൊസൈറ്റീനെയും മോശം സൊസൈറ്റീനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും സുപ്രീം ലോ ഓഫ് ദി ലാൻഡ് ആണ് പറയുക. രണ്ട് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് അതിൻ്റെ അകത്ത് ക്യാപ്ചർ ചെയ്യുന്നത്. ഒന്ന്, ഗവൺമെൻറ്റും അതിലെ ആ രാജ്യത്തെ സിറ്റിസൺസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. രണ്ടാമത് ക്യാപ്ചർ ചെയ്യുന്ന കാര്യം, ഗവൺമെൻറ് തന്നെ പല ലെവലിലുള്ള കാര്യങ്ങളുണ്ട്, ലെവലിൽ ഗവൺമെൻറ്റുകളുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് പോലെ തന്നെ അതിൻ്റെ അകത്ത് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദെൻ പല രാജ്യങ്ങളിലും കോൺസ്റ്റിറ്റ്യൂഷൻ പല തരത്തിലാണ്. ചില രാജ്യങ്ങളിൽ അത് ഓറലാണ്, വാക്കാൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ മാത്രമേ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുള്ളൂ. ചില രാജ്യങ്ങളിൽ അത് റിട്ടൺ ആണ്. നമ്മുടെ രാജ്യത്ത് റിട്ടൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് ഉള്ളത്. ദെൻ ഒരു ഒബ്സർവേഷൻ പറഞ്ഞത് പാട്രിക് ഹെൻറി, ഇയാൾ ഒരു അമേരിക്കൻ റവല്യൂഷനിസ്റ്റ് ആണ്, ലോയറാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഫൗണ്ടിങ് ഫാദേഴ്സിൽ ഒരാളായിട്ട് ആണ് പാട്രിക് ഹെൻറിയെ കൺസിഡർ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, ഗിവ് മീ ലിബർട്ടി ഓർ ഗിവ് മീ ഡെത്ത്. അപ്പം അത്രയും ലിബർട്ടിക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ ദി ഗവൺമെന്റ് ടു റിസ്ട്രെയിൻ പീപ്പിൾ, ബട്ട് ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ ദി പീപ്പിൾ ടു റിസ്ട്രെയിൻ ഗവൺമെന്റ്. ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ കയ്യിലുള്ള ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു ഉപകരണമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നേരെ തിരിച്ചല്ല. ഇനി നമ്മൾ നോക്കുന്നത് എന്തിനാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, വൈ വി നീഡ് ഇറ്റ്. ഒരു രാജ്യം നല്ല രീതിയിൽ ഭരിക്കണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ഗവേൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായ നിയമങ്ങൾ ഉണ്ടാവണം. ആ നിയമങ്ങളെല്ലാം പ്രതിപാദിക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ദെൻ നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയായിരിക്കണമെന്ന് ഡിഫൈൻ ചെയ്യുന്നതും കോൺസ്റ്റിറ്റ്യൂഷനാണ്. പലപ്പോഴും ഒരു മെജോറിറ്റി, ലാർജർ മെജോറിറ്റി മൈനോറിറ്റിയെ ഒപ്രസ് ചെയ്യുന്നൊരു അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, മൈനോറിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ദെൻ ഏതൊരു ഗവൺമെൻറ്റിനും ബേസിക്കലി 3 ഓർഗൻസ് ആണുള്ളത്. നമ്മളിവിടെ പ്രത്യേകിച്ചും ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ഈ 3 ഓർഗൻ്റെയും പവറും അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൃത്യമായിട്ട് പറയുന്നത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അപ്പോൾ അലോക്കേഷൻ ഓഫ് പവറും അലോക്കേഷൻ ഓഫ് ഫങ്ഷനും
കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഡോക്യുമെന്റിലാണ്. മേജർ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ബേസിക്കലി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ബേസിക് റൂൾസ് ആണ്. വിതിൻ ദ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ഒരു ബേസിക് ലെവലിൽ ഒരു കോർഡിനേഷൻ എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് സെറ്റ് ഓഫ് റൂൾസ് അവിടെ ഉണ്ടാവണം. അത് പ്രൊവൈഡ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഈ നാട്ടിൽ ആർക്കാണ് ഡിസിഷൻ എടുക്കാനുള്ള പവർ ഉള്ളത്. അപ്പോൾ ശരിക്കും ഗവൺമെന്റ് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? നമ്മുടെ ഇവിടെ ദ ഗവൺമെന്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരു ഗവൺമെന്റ് ആണ്. അപ്പോൾ ആരുടെ കയ്യിലാണ് ഇവിടെ പവർ? നമ്മുടെ നാട്ടിലാണെങ്കിൽ ദ പവർ റിമെയിൻസ് വിത്ത് ദി പീപ്പിൾ. മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് ദ റെസ്ട്രിക്ഷൻ ഓഫ് ഗവൺമെന്റ് ആണ്. ഓരോ കാര്യങ്ങൾക്കും ഗവൺമെന്റിന് എത്രത്തോളം റെസ്ട്രിക്ഷൻ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പരിധി വിട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ പവർ ഒരുപാട് വന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ പോവരുത് എന്നുള്ള രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈസ് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ഒരു ഫംഗ്ഷൻ, ദർ ഷുഡ് ബി സെപ്പറേഷൻ ഓഫ് ജസ്റ്റ് സൊസൈറ്റി. നല്ല ആൾക്കാരും നല്ലതല്ലാത്ത ആൾക്കാരും തമ്മിൽ സെപ്പറേഷൻ ഉണ്ടാവണം. ആ സെപ്പറേഷന് വേണ്ടിയിട്ട് എന്താണ് ഗവൺമെന്റ് ചെയ്യാൻ പറ്റുക? അതിന്റെ പർപ്പസ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് പ്രിസൺസ്. ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്ത സിറ്റിസനെ മറ്റ് സിറ്റിസണിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും മാറ്റി നിർത്തണം. സോ ദ സൊസൈറ്റി ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദോസ് ഹു ഡിസൊബേസ് ദ ലോ. അപ്പൊ ആ നാലാമത്തെ ഫംഗ്ഷനാണ് പിന്നീട്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രെയിമിങ് എങ്ങനെയായിരുന്നു? ഹു ആർ ദ പീപ്പിൾ ബിഹൈൻഡ്, ഹൗ ഇറ്റ് വാസ് ഡൺ? പ്രധാനമായിട്ടും 3 ആൾക്കാരാണ് പറയണത്. ഒന്ന് സച്ചിദാനന്ദ സിൻഹ. ഇയാളത്ര നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ഈസ് ദി ഫസ്റ്റ് പ്രസിഡന്റ്. ടെമ്പററി ആണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആദ്യമായിട്ട് 1946 മീറ്റ് ചെയ്തപ്പോൾ അതിന്റെ പ്രസിഡന്റായിട്ട് എലക്ട് ചെയ്യപ്പെട്ടത് ഇദ്ദേഹമാണ്. രണ്ടാമത്തെ നിങ്ങൾക്ക് പരിചയമുണ്ട്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹി വാസ് ദ പ്രസിഡന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പിന്നീട്. ദെൻ ഡോക്ടർ ഭീംറാവ് അംബേദ്കർ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് നിയമിക്കപ്പെട്ട ആളായിരുന്നു ഡോക്ടർ ഭീംറാവ് അംബേദ്കർ. ആൻഡ് ഹി ഹാസ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. ദെൻ ഇതിന് പുറകിലുള്ള ഒരാളും കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. ദിസ് ഗൈ, മിസ്റ്റർ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒരാൾ. കോൺസ്റ്റിറ്റ്യൂഷന്റെ പല പ്രൊവിഷനുകളിലും അദ്ദേഹത്തിന്റെ സ്ട്രോങ് ആയിട്ടുള്ള കയ്യൊപ്പുകൾ കാണാനായിട്ട് പറ്റുമെന്നാണ് നല്ല ലോയേഴ്സ് പറയുന്നത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പല പവറും ഡിറൈവ് ചെയ്യണത്. അപ്പൊ അത് എത്രത്തോളം സ്ട്രോങ്, അതേസമയം സിമ്പിൾ ആയിട്ട് ഡിറൈവ് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ച ഒരാളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. 3 വർഷം ഏകദേശം എടുത്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുത്തത്. ഈ 3 വർഷം ത്രൂ ഔട്ട് അവർ ഇരിക്കുകയല്ല ചെയ്ത്, ഏകദേശം 166 ദിവസം അവര് ഇരുന്ന് മീറ്റിങ്ങുകൾ നടത്തി കുറേശ്ശെയാണ് ഈ പറയുന്ന ഡോക്യുമെന്റ് അവര് ഉണ്ടാക്കിയെടുത്തത്. ഇതില് 1950 24th ജനുവരി ആയപ്പോഴേക്കും ആ മീറ്റിംഗ് കഴിഞ്ഞു. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് അവർ എലക്ട് ചെയ്തു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 ജനുവരി 26 അത് ഇഫക്റ്റീവായിട്ട് വന്നു. അതോടുകൂടി ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് മാറുകയും ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നതിന്റെ പ്രിയാമ്പിൾ ആണ്. പ്രിയാമ്പിൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം ആമുഖം എന്നുള്ളതാണ്. പ്രിയാമ്പിളില് നമുക്കത് ആദ്യം വായിച്ചു നോക്കാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to secure to all its citizens justice, liberty, equality, and fraternity in our Constituent Assembly this 26th day of November 1949, do hereby adopt, enact, and give to ourselves this Constitution. അപ്പോൾ അതിന്റെ വേർഡിങ് തന്നെ തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഐ എന്നോ യു എന്നോ ഒന്നുമല്ല, ഞങ്ങളാണ് ഇത് തീരുമാനിക്കുന്നത്.
നമ്മളെല്ലാവരും കൂടിയാണ് തീരുമാനിക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ ആ ഡോക്യുമെന്റ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഡോക്യുമെന്റിന്റെ ഫിലോസഫിയും ഒബ്ജക്റ്റീവ്സും എല്ലാം തന്നെ ആ പ്രിയാമ്പിളിൽ അടങ്ങിയിട്ടുണ്ട്. ശരിക്കും കുറച്ച് കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ സോഴ്സ് എവിടെ നിന്നാണ്, ഇന്ത്യൻ സൊസൈറ്റിയുടെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നേച്ചർ എന്താണ്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒബ്ജക്റ്റീവ് എന്താണ്, ഇതെന്താണ് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ പ്രിയാമ്പിളിൽ പറഞ്ഞേക്കുന്ന കാര്യം എൻഫോഴ്സിബിൾ ഒന്നുമല്ല കോടതിയിൽ. ഇതിനെ സപ്പോർട്ട് ചെയ്ത് വേറെ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ അത് എൻഫോഴ്സിബിൾ ആവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യാനായിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പല നിയമങ്ങളും വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ഡിറൈവ് ചെയ്തേക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ഡോക്യുമെന്റിൽ നിന്നാണ്. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ അൾട്ടിമേറ്റ് സോവറിനിറ്റി ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. സോവറിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് അതോറിറ്റിയാണ്. അത് വേറെ ഒരാളിലും അതിന്റെ പവർ നിക്ഷിപ്തമല്ല. നമ്മൾ സ്വതന്ത്രമാണ് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്. സോവറിൻ എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അതോറിറ്റി ഉള്ള ഒരു രാജ്യം. മറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പവറും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ടാമത്തെ വാക്കാണ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് അതായത് നമ്മുടെ ഇവിടെ കമ്മ്യൂണിസം അല്ല, ക്യാപിറ്റലിസം അല്ല. കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ ദ ഫുൾ പവർ ഗോസ് ടു ദി ഗവൺമെന്റ്. ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ ദ ഫുൾ പവർ ഗോസ് ടു ദി പീപ്പിൾ ഹു ഹാസ് മണി. ഗവൺമെന്റ് അല്ല കൺട്രോൾ ചെയ്യുന്നത്, മണി ഡ്രിവൺ ആണ് അവിടെ. പക്ഷെ ഇത് രണ്ടുമല്ല നമ്മളുടെ, സോഷ്യലിസം ആണ്. രണ്ടിന്റെയും നടുക്കാണ് കിടക്കുന്നത്. അവിടെ ഗവൺമെന്റിനും അധികാരങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. അതേസമയം തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. അത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ കോ എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള രാജ്യമാണ് നമ്മളുടേത് എന്ന് പറയുന്നത്. ദെൻ സെക്കുലർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഗിവ്സ് ഓൾ റിലീജിയൻ ഈക്വൽ റെസ്പെക്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട്. കുറച്ച് നാൾ മുമ്പ് വരെ സെക്കുലർ ആണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സെക്കുലർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നോക്കുമ്പോൾ അല്ല എന്ന് നമുക്ക് ഉത്തരം പറയേണ്ടി വരും. ഈവൻ ദോ ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദിസ് ഈസ് എ സെക്കുലർ കൺട്രി. എല്ലാ റിലീജിയനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യം. അടുത്തതാണ് ഡെമോക്രാറ്റിക്. ഡെമോക്രാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഗെറ്റ്സ് അതോറിറ്റി ഫ്രം ദി will of the people expressed in an election. അപ്പോൾ ഈ ഡെമോക്രാറ്റിക്കും റിപ്പബ്ലിക്കും ശരിക്കും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ റിപ്പബ്ലിക് എന്താണെന്ന് കൂടി പറയാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പറയാം. റിപ്പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് എലക്ടഡ് ബൈ ദ പീപ്പിൾ. നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ശരിക്കും പ്രസിഡന്റ് ആണ്. ഫസ്റ്റ് പേഴ്സൺ ഓഫ് ഇന്ത്യ എന്നത് പ്രസിഡന്റ് ആണ്. പക്ഷെ പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത് ആരാണ്? പ്രധാനമന്ത്രിയും മറ്റ് ചില ആൾക്കാരും കൂടിയിട്ടാണ്. പ്രധാനമന്ത്രി ഇലക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മളാണ്. സോ ദാറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് എലക്ഷൻ. അപ്പോൾ നമ്മളെ ഭരിക്കുന്ന ആൾക്കാരെ നമ്മൾ തന്നെ ഇലക്ട് ചെയ്ത് വിടുന്ന ഒരു രീതിയാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളതിന്റെ അർത്ഥമായിട്ട് കണക്കാക്കുക. ദെൻ പിന്നെ പറയുന്ന ചില കാര്യങ്ങൾ ജസ്റ്റിസ് ആണ്. എന്തെല്ലാം ജസ്റ്റിസ് ആണ് അവിടെ ഉള്ളത്? സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, എക്കണോമിക് ജസ്റ്റിസ് ഉണ്ട്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉണ്ട്. ജസ്റ്റിസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള ജസ്റ്റിസുകളും ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യണം. സോഷ്യൽ ജസ്റ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സൊസൈറ്റി വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ല ഓൺ ദ ബേസ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, റിലീജിയൻ. ഒരു തരത്തിലുള്ള ഡിസ്പാരിറ്റീസ് ഇല്ല. അങ്ങനെയാണ് സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് എക്കണോമിക് ജസ്റ്റിസ് ഉണ്ടാകുന്നത്? നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസ് ഓഫ് വെൽത്ത് ഓർ ഇൻകം ഓർ എക്കണോമിക് സ്റ്റാറ്റസ്. അയാളുടെ ഇൻകം എന്ത് തരത്തിലായിക്കോട്ടെ, അല്ല വെൽത്ത് എന്ത് തരത്തിലായിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരെയും ഒരുപോലെ ആയിരിക്കണം കൺസിഡർ ചെയ്യുന്നത്. ഹി ഷുഡ് ബി ഈക്വൽ, ഹി ഷുഡ് ബി ഗിവൺ ജസ്റ്റിസ് സെയിം. പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ all people have equal, free and fair right to participate in political opportunity. ഏത് തരത്തിലുള്ള ആൾക്കും അയാൾ മെജോറിറ്റി ഏജ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പൊസിഷനിലേക്ക് മത്സരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അപ്പോഴാണ് ആൾക്ക് പൊളിറ്റിക്കൽ ജസ്റ്റിസ് കിട്ടുന്നത്.
രണ്ടാമത് പറയുന്ന കാര്യമാണ് ലിബർട്ടി. ലിബർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം ആണ്. പല കാര്യങ്ങളിലും ഫ്രീഡം ഉണ്ട്. ഫ്രീഡം ഓഫ് തോട്ട് ഉണ്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്, ഫ്രീഡം ഓഫ് റിലീജിയസ് ബിലീഫ് ഉണ്ട്, ഫ്രീഡം ഓഫ് ഫെയ്ത്ത് ഉണ്ട്, ഫ്രീഡം ഓഫ് വർഷിപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫ്രീഡം എന്ന് പറയുമ്പോൾ ഫ്രീഡം ടു ഡു എനിത്തിങ് അല്ല, പക്ഷെ വിതിൻ ദ ലിമിറ്റ്സ് സെറ്റ് ബൈ ലോ. നിങ്ങൾക്ക് എന്ത് കാര്യവും എക്സ്പ്രസ് ചെയ്യാം, പക്ഷെ അത് മറ്റൊരാളുടെ ലിബർട്ടിയെ ഹനിക്കുന്ന രീതിയിൽ, തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആവരുത് എന്ന് മാത്രം. പിന്നെ പറയുന്ന കാര്യമാണ് ഈക്വാലിറ്റി. എന്താണ് ഈക്വാലിറ്റി? ഈക്വാലിറ്റിയുടെ കൂടെ പറയുമ്പോൾ നമ്മൾ ആദ്യം ഫ്രട്ടേണിറ്റി പറയാം, എന്നിട്ട് ഈക്വാലിറ്റി പറയുന്നത് എനിക്ക് കുറച്ചുകൂടി നല്ലത്. ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യമാണ്. ഫ്രട്ടേണിറ്റി, എന്തിനാണ് ഫ്രട്ടേണിറ്റി? ഫീലിംഗ് ഓഫ് ബ്രദർഹുഡ് ആണ്. അത് എമംഗ് അവർ സെൽസ് ആൻഡ് വിതിൻ ദ കൺട്രി, രാജ്യത്തോടും നമ്മളോടൊപ്പമുള്ള മറ്റുള്ള ആൾക്കാരോടും. കാരണം ഫ്രട്ടേണിറ്റി ഉണ്ടെങ്കിലേ യൂണിറ്റി ഉണ്ടാവുള്ളൂ. എന്നാലേ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലൈഫ് അവിടെ ഉണ്ടാവുള്ളൂ. എല്ലാവരെയും സഹോദരന്മാരായിട്ട് കണക്കാക്കിയാൽ മാത്രമേ. നമ്മൾ പണ്ട് പ്രതിജ്ഞ ചെല്ലുന്നത് ഓർമ്മയില്ലേ? ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അത് പറഞ്ഞു വരുന്നതിന് കാരണം ഈ പറയുന്ന ഫ്രട്ടേണിറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത് കൊണ്ടാണ്. ആ ഫ്രട്ടേണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വാലിറ്റി ഉണ്ടാവുള്ളൂ. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്. എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അവിടെ സ്റ്റാറ്റസിൽ ഇക്വാലിറ്റി ഉണ്ടാവും, ഓപ്പർച്യൂണിറ്റിയിൽ ഇക്വാലിറ്റി ഉണ്ടാവും. എന്ത് കാര്യം ചെയ്യുന്നതിലും, എന്ത് ജോലിക്കാണെന്നുണ്ടെങ്കിലും, എന്ത് പരീക്ഷകളിലാണെന്നുണ്ടെങ്കിലും അവിടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവർക്കും. അവിടെയും ജെൻഡർ ബേസിസിലോ സൊസൈറ്റി ബേസിസിലോ നിന്റെ ഇൻകം ബേസിസിലോ യാതൊരു തരത്തിലുള്ള ഡിസ്പാരിറ്റിയും പാടില്ല. അപ്പോൾ ഇക്വാലിറ്റി വിത്തൗട്ട് ലിബർട്ടി വുഡ് കിൽ ദ ഇൻഡിവിജ്വൽ ഇനിഷ്യേറ്റീവ്. വിത്തൗട്ട് ഇക്വാലിറ്റി, ലിബർട്ടി എന്ന് പറയുന്നത് കുറച്ച് പേർക്ക് മാത്രം സുപ്രീമസി കൊടുക്കുന്ന ഒരു സിസ്റ്റമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് ശരിക്കും ഇതിന്റെ പ്രിയാമ്പിളിൽ ഉള്ളത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രണ്ട് പേജ് ആണ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ കണ്ടന്റ്സും നിങ്ങളുടെ എല്ലാവരുടെയും ടെക്സ്റ്റിന്റെ ഫ്രണ്ട് പേജിൽ മിക്കവാറും, പ്രത്യേകിച്ച് NCERTയുടെ ടെക്സ്റ്റുകളിൽ മിക്കവാറും ഉണ്ടാവാറുണ്ട്. ഇനി കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യുവാണ്. നമ്മുടെ ഇവിടെ രണ്ട് തരത്തിലുള്ള സിസ്റ്റം ഉണ്ട്. ഫെഡറൽ സിസ്റ്റം ഉണ്ട്, യൂണിയൻ സിസ്റ്റം ഉണ്ട്. ഫെഡറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ദ പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റിന് മാത്രമേ തീരുമാനം എടുക്കാനായിട്ട് പറ്റുള്ളൂ. സ്റ്റേറ്റ് ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സോൾ പവർ അതിലായിരിക്കും. അതിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ, സെൻട്രൽ ഗവൺമെന്റ് അതിൽ ഇടപെടില്ല. മൂന്നാമത്തത് കൺകറന്റ് ലിസ്റ്റ് ആണ്. ആ കാര്യത്തിൽ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരുപോലെ സേ ഉണ്ട്. ഓക്കെ, പക്ഷേ നമ്മളുടെ യൂണിയൻ സിസ്റ്റം ആയതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഹാസ് മോർ പവർ ഇൻ കമ്പാരിസൺ ടു സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, അപ്പോൾ പവർ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിലാണ് ഇൻ കമ്പാരിസൺ ടു സ്റ്റേറ്റ് ഗവൺമെന്റ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചർ നിങ്ങളുടെ ടെക്സ്റ്റിൽ പലപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ ആസ് ഓഫ് ജൂലൈ 2024 ഇതാണ് അവസ്ഥ. അതിന് ഒരു പ്രിയാമ്പിൾ ഉണ്ട്. അതുകൂടാതെ ആ കോൺസ്റ്റിറ്റ്യൂഷനെ 25 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം 448 ആർട്ടിക്കിൾസ് ഉണ്ട്. ഏകദേശം 100 അമെൻമെന്റ്സ് ഈ വർഷത്തോടു കൂടി ആയിട്ടുണ്ട്. 100 അമെൻമെന്റ്സ് ഇറ്റ് ഹാസ് ഗോൺ. ഈ അമെൻമെന്റുകൾ വരുത്തുന്നത് ഈ പറയുന്ന ഹൗസസ് ഓഫ് പാർലമെന്റിലാണ്. അവിടെ എല്ലാവരും എഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അമെൻഡ് ചെയ്യും. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള പവർ നമ്മളിൽ തന്നെ നിക്ഷിപ്തമാണ്. ദെൻ 12 ഷെഡ്യൂൾസ് ഉണ്ട്. ഇത് കൂടാതെ ഇതിന് കുറച്ച് അപ്പൻഡിസസ് ഉണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടിലാണ് പറയുന്നത് എന്താണ് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നത്. ദെൻ ചില ബേസിക് ആയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. ഒന്ന് സോവർണിറ്റി ഉണ്ട്, സോഷ്യലിസം പറയുന്നുണ്ട്, സെക്യുലറിസം ഉണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്,
സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയുണ്ട്, ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് അതിനെപ്പറ്റി പറയുന്നുണ്ട്, ഫെഡറൽ സിസ്റ്റമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്, ക്യാബിനറ്റ് ഗവൺമെൻറ്റും നമ്മുടെ ഇവിടെ ഉണ്ട്. ദെൻ മറ്റ് റൈറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. വേറെ ഏത് നിയമങ്ങളെക്കാളും അപ്പുറമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയാണ് ജനറലി നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ചില റൈറ്റ്സ് പറയുകയാണ്. ഒന്ന് റൈറ്റ് ഓഫ് ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, എക്സ്പ്ലോയിറ്റേഷൻ അഗെയിൻസ്റ്റ് ഉള്ള റൈറ്റ്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇതെല്ലാം അതിൽ ചിലത് മാത്രം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ ക്ലാസ്സിൽ പഠിക്കും. ഈ ഓർഡിനറി റൈറ്റും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും തമ്മിലുള്ള വ്യത്യാസം, ഓർഡിനറി റൈറ്റ് സാധാരണ ഒരു നിയമം ബഡ്ജറ്റ് അവതരിപ്പിച്ച് ആ നിയമത്തിൽ എളുപ്പത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കില്ല. ചില പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് ഹൗസ് ഓഫ് പാർലമെന്റ്, 2 ഹൗസ് ഓഫ് പാർലമെന്റിലും പ്രസന്റ് ചെയ്ത് പാസ്സാക്കി എല്ലാവരും എഗ്രി ചെയ്താൽ മാത്രമേ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മിക്കവാറും 3/4 മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എല്ലാം നടക്കുള്ളൂ. അല്പം ഡിഫിക്കൽട്ടായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്സ് വെച്ചേക്കുന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നത് കൂടി തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പക്ഷെ പലപ്പോഴും നമ്മൾ വിട്ടുകളയുന്ന ഒരു കാര്യമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഒന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ അപ്ഹെൽഡ് ചെയ്യണം, യു ഷുഡ് അബൈഡ് ആൻഡ് അപ്ഹെൽഡ് ഇറ്റ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അപ്ഹോൾഡ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഉത്തരവാദിത്തപ്പെട്ട ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. A responsible citizen should uphold and protect the sovereignty, unity and integrity of India in any case. Then noble ideas we should cherish and follow. നമ്മുടെ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം പ്രത്യേകിച്ചും. അതുകൊണ്ടാണ് നമ്മൾ ഈ മാസമുള്ള ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. വൈ? ബിക്കോസ് വി ഹാവ് ടു ചെറിഷ് ഇറ്റ്. അത്രയും ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫ്രീഡം. ദെൻ ഗവൺമെന്റ് നമ്മളോട് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസസ്. ഈ നാഷണൽ സർവീസ് സ്കീം NSS-ഉം NCC എല്ലാം ഉള്ളതിന് കാരണം ഇതാണ്. ദെൻ പ്രൊമോട്ട് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ്. അതും നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഹെയ്റ്റ്രഡ് സ്പീച്ചുകളെല്ലാം ഒഴിവാക്കണം എന്നെല്ലാം പറയുന്നത്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സംസാരിക്കേണ്ടത്, അതിനു വേണ്ടിയിട്ടല്ല നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്. എങ്ങനെ ഹാർമണി ഉണ്ടാക്കാം, എങ്ങനെ കോമൺ സ്പിരിറ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ്. ദെൻ നമ്മുടെ റിച്ച് ഹെറിറ്റേജ് അത് പ്രിസർവ് ചെയ്യാനും അത് വാല്യൂ ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. പല രീതിയിലുള്ള കൾച്ചറും ഇവിടെ ഉണ്ട്, അത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ എൻവയോൺമെന്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതെല്ലാം നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ദെൻ ടു ഡെവലപ്പ് എ സയന്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം, സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിഫോം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. ദെൻ പബ്ലിക് പ്രോപ്പർട്ടി സേഫ് ഗാർഡ് ചെയ്യുക. നമ്മൾ പലപ്പോഴും ചെയ്യാത്തൊരു കാര്യമാണ്. എല്ലാവരുടെയും പ്രോപ്പർട്ടി ആണല്ലോ എന്ന് കരുതി, നമ്മുടെ പ്രോപ്പർട്ടി അല്ലല്ലോ എന്ന് കരുതി പലപ്പോഴും നമ്മൾ നശിപ്പിച്ച് വെക്കാറുണ്ട്. ക്ലാസ്സിലെ ബെഞ്ചിൽ വരച്ചിടുന്നത് പോലും ഈ ഒരു ഡ്യൂട്ടിക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് ചിന്തിക്കുക. നമ്മളുടെ ആരുടെയും പ്രോപ്പർട്ടി ഉള്ളത്, പക്ഷേ ഇറ്റ് ഇസ് പബ്ലിക് പ്രോപ്പർട്ടി. അത് സേഫ് ഗാർഡ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, അതെല്ലാം നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ആൻഡ് ടു ഒബ്സർവ് വയലൻസിനൊന്നും പെടാണ്ട് പോവുക എന്നുള്ളതും നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ദെൻ ഇതിന് ചില ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയുടെ ചെക്സ് ആൻഡ് ബാലൻസ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം ഇന്ത്യൻ സുപ്രീം കോടതിയും ഇലക്ഷൻ കമ്മീഷനാണ്. അൺബയാസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് സപ്പോർട്ട് തരുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയാണ്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ, ഇറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ എനി അതർ ബോഡി. ഈ രണ്ട്
ഇൻസ്റ്റിറ്റ്യൂഷൻസും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പ്രോപ്പറായിട്ടും സ്മൂത്തായിട്ടും ഇംപ്ലിമെന്റ് ചെയ്ത് പോകുന്നത്. ദെൻ ഇതിന് ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ പറയുന്നതാണ്. ഒന്നാമത്തെ ഒരു കാര്യം, ലോകത്തിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയുടെ. കുറച്ച് റിജിഡിറ്റി ഉണ്ട്, പക്ഷെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആൻഡ് ദിസ് ഗ്യാരണ്ടീസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് നേഷൻ. ദെൻ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ്. ദെൻ ഫെഡറേഷൻ ആണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഒറ്റയ്ക്കൊരു സിംഗിൾ ഗവൺമെന്റ് അല്ല, മൾട്ടിപ്ലിസിറ്റി ഉണ്ട്. ദർ ഇസ് പവർ ഡിഫറൻസസ് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ദെൻ അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ്. ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ രാജ്യമാണ് ഉദ്ദേശിക്കുന്നത്, ഇറ്റ്സ് എ കൺട്രി. ദെൻ ജുഡീഷ്യറി വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇറ്റ് ഷുഡ് ഹാവ് ഇംപാർഷ്യൽ പൊസിഷൻ. അതിവിടെ എൻഷുർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ആൻഡ് ദർ ഈസ് ഓൺലി സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഒറ്റ സിറ്റിസൺഷിപ്പേ നമ്മളിവിടെ ഓഫർ ചെയ്യുന്നുള്ളൂ. മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിറ്റിസൺഷിപ്പ് നമ്മളിവിടെ ഓഫർ ചെയ്യുന്നില്ല. ദെൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സിംപിളൈസ് ചെയ്യുന്നത് എന്തിനെയാണ്? അവർ ഇൻഡിപെൻഡൻസ് ആണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലൊരു ഗവേണൻസ് ആണ് ഫോർ എ ഫ്രീ കൺട്രി. ഇത് പ്രിപ്പയർ ചെയ്തപ്പോൾ തന്നെ ഇതിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ഇതിന്റെ ബാക്ക്ഡ്രോപ്പ് ആയിട്ട് കിടക്കുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് തന്നെ ഇന്ത്യ ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതും എല്ലാം കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ക്വാസി ഫെഡറൽ സെറ്റപ്പ് ആണ്. രണ്ട് സെറ്റ് ഓഫ് ഗവൺമെന്റ് ഉണ്ടെങ്കിലും മോർ പവേഴ്സ് ആർ ഗിവൺ ടു ദി സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദർ ഇസ് എ ക്ലിയർ ഡിവിഷൻ ഓഫ് പവർ. ദർ ഇസ് എ ക്ലിയർ ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ്. അതുപോലെ നമ്മുടെ അപ്പെക്സ് കോർട്ടാണ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ വരുമ്പോൾ അത് റിസോൾവ് ചെയ്യണത്. പിന്നെ ഇന്ത്യ ഒരു പാർലമെന്ററി ഡെമോക്രസിയാണ്. കൃത്യമായ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, അതിനൊരു ഹെഡും ഉണ്ട്. അതിന്റെ സെയിം റെപ്ലിക്ക തന്നെ സ്റ്റേറ്റ് ലെവലിലുണ്ട്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, ചീഫ് മിനിസ്റ്റർ ഉണ്ട്. ഒരു പാരലൽ ആയിട്ടുള്ള സിസ്റ്റം. അതായത് ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിലാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ മിനിസ്ട്രി ഹെഡഡ് ബൈ ചീഫ് മിനിസ്റ്റർ, പക്ഷേ ഫസ്റ്റ് പേഴ്സൺ ഓഫ് ദി സ്റ്റേറ്റ് വിൽ ബി ഗവർണർ. സിമിലർലി സെൻട്രൽ ലെവലിലും ഒരു സെൻട്രൽ മിനിസ്ട്രി ഉണ്ട്, അതിൻ്റെ തലപ്പത്ത് ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്. ദെൻ അപ്പെക്സിൽ അവിടെ പ്രസിഡന്റ് ഉണ്ട്. അപ്പോൾ ദർ ഇസ് എ സിസ്റ്റം, ഒരു പാർലമെന്റ് ഡെമോക്രസി എൻഷുർ ചെയ്യുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ട്. ദെൻ ഇതിനോട് കൂടെ തന്നെ നമ്മളുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണമെന്ന് പറയാനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ പലപ്പോഴും പലതരത്തിലുള്ള ഫ്രിക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോ എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായത്, എന്തെല്ലാം റൈറ്റ്സ് ആണ് നമുക്ക് ഗ്യാരണ്ടി ചെയ്തേക്കുന്നത്, അതോടുകൂടി തന്നെ എന്തെല്ലാം ഡ്യൂട്ടീസ് ആണ് നമുക്കുള്ളത്. ഇതെല്ലാം അറിഞ്ഞിരുന്നാലേ ഒരു സിറ്റിസൺ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റിസണായിട്ട് മാറുള്ളൂ. വി നീഡ് മോർ റെസ്പോൺസിബിൾ സിറ്റിസൺസ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയെ കുറച്ചും കൂടി നല്ല ഒരു എക്കോസിസ്റ്റം ആയിട്ട് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് ഈ നാട് നന്നാക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് മാത്രം ചിന്തിക്കുന്നത്. ഈ നാട് നന്നാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. The responsibility lies among the citizens of this country, not only among the policy framers or nor the government. That responsibility should not be forgotten. Thank you.